like talking to a wall when you don't look at me. I wanna speak my mind and tell you how I feel, but it's like talking to a wall when you don't look at me. Please just look at me. I'm a ticking time bomb that goes off easily. You always know which buttons you should push, baby. I'm a ticking time bomb that goes off easily, but you're still here with me. We're drawn to each other. We try to break it off, but we return to each other. You're the best bad thing that has happened to me. Yeah, you're the best bad thing that has happened to me. The best bad thing that has happened to me. You're the best bad thing that has happened to me. You're the best. ഗൈസ് ഇന്നങ്ങനെ ഫൈനലി ഒരു വലിയ തലവേദന തീരാൻ വേണ്ടി പോവാണ്. എന്താണ് തലവേദന? ഏതാണ് തലവേദന? ഗൈസ് നോക്കൂ, അതായത് ഇന്നങ്ങനെ നമ്മുടെ വീട്ടിൽ സോളാർ വെക്കാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞാണ്. ഗൈസ് നോക്കൂ, കുറേ നാളായിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലത്തെ വിചാരിച്ച വിലയിലും വിചാരിച്ച സാധനവും നമുക്ക് കിട്ടി. യെസ് ഗൈസ് നോക്കൂ, ഫൈനലി നമുക്ക് സാധനം കിട്ടി. നമ്മുടെ വീട്ടിൽ ഫിറ്റിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്, തുടർച്ചയായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ ലൈനിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. യെസ് ഗൈസ് നോക്കൂ, അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം, അതായത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് സോളാർ വെക്കണം, എന്ത് സോളാർ വെക്കണം, എങ്ങനത്തെ സോളാർ വെക്കണം, എനർജി എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും, അതൊക്കെ നിന്ന് പറഞ്ഞുതരാം. ഗൈസ് നോക്കൂ, ലിബിൻ പറഞ്ഞ വളരെ റെഡിയാണ്. ഗൈസ് നോക്കൂ, അതായത് ഏത് സോളാർ വെക്കണം, എങ്ങനത്തെ സോളാർ വെക്കണം, എത്രയായിരിക്കും അതിൻ്റെ ബഡ്ജറ്റ്, നിങ്ങളുടെ സംഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞങ്ങളും ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. അതിശക്തമായ വെയിലാണ്, സുന്ദരന്മാരാണല്ലോ ഞങ്ങൾ രണ്ടുപേരും. അപ്പം ഞങ്ങൾക്ക് ടാൻ അടിക്കും, അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് മാറാം. അതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇവിടെ വമ്പം തണുപ്പും ഉച്ചയാകുമ്പോൾ ഭയങ്കര ചൂടുമാണ് ഇവിടെ. ഗൈസ് ഇനി നമ്മൾ ഏതാനും ദിവസങ്ങളിൽ യാത്ര പോവും. എങ്ങനെയായാലും 3-4 ദിവസം കൊണ്ട് നമ്മൾ യാത്ര ഉറപ്പായിട്ടും പോകും അല്ലേ? അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് മുന്നേ നമ്മൾ കറണ്ട് ബില്ല് എങ്ങനെ കുറയ്ക്കാം എന്ന് ചിന്തിച്ച് സോളാർ വെക്കാൻ വേണ്ടി. അതല്ല, നമ്മൾ നല്ല രീതിയിൽ ഒന്ന് സെറ്റപ്പ് ആയിട്ട് വരുമ്പോഴത്തേക്കാണ് ഈ സോളാർ കറണ്ട് ബില്ല് 20,000 രൂപ ഒരു കാറിനൊക്കെ അടയ്ക്കേണ്ട രീതിയിലുള്ള വാടകയാണ്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വെക്കാനുള്ള നമ്മുടെ കറണ്ട് ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17,000 രൂപ, 18,000 രൂപ, 20,000 രൂപ വരെ നമുക്ക് ഒരു മാസം കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാറിൻ്റെ അടവ് അടയ്ക്കേണ്ട പൈസയാണ് നമുക്ക് KSEB 2 മാസം കൂടുമ്പം ബില്ല് തരുന്നത്. അന്നിപ്പോൾ നമ്മൾ കുറേ അധികം തപ്പി ഏറ്റവും നല്ല പാനൽ ഏതാ, നമുക്ക് പിന്നെ നമ്മളെ അറിയാലോ എവിടെയാണ് ഏറ്റവും കുറഞ്ഞ പൈസയെ നമുക്ക് വെച്ച് കിട്ടുന്നത്. അതേപോലെ സോളാർ വെച്ചിട്ട് മാത്രം കാര്യമില്ല, ആ സോളാറിൻ്റെ അകത്തുനിന്ന് ഏറ്റവും കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ നമുക്ക് വേണം. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഈ കാണുന്ന ഇലക്ട്രിക് സ്കൂട്ടർ വരെ നമുക്ക് 0 കോസ്റ്റിൽ നമുക്ക് ഇവിടെ നമുക്ക് കുത്തിവെച്ച് നമുക്ക് ഓടിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ പാനലിൻ്റെ 2 സൈഡും നമുക്ക് ചാർജ് കിട്ടും. അതാണ് പ്രത്യേകത. ചാർജ് ബൈഫേസ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്, ബൈപ്പാസ് അല്ല ബൈഫേസ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാവുന്ന സംഭവം ഇതിന്റെ 2 സൈഡിൽ ഈ പാനലിന് നമുക്ക് കറണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെ, ഇതിന്റെ ടെക്നീഷ്യന്മാർ ഇത് ചെയ്യാൻ നേരം നമുക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് ചോദിക്കാം. നമുക്ക് ടെക്നീഷ്യനെ കുറിച്ച് അറിയില്ലല്ലോ. ഇതിപ്പോ എത്ര പാനലാണ് വന്നിറങ്ങിയാക്കുന്നത്? 19 പാനലുണ്ട് ഇതിന്റെ അകത്ത്. 19 പാനലിലാണ് നമുക്ക് ഇത്രയും നമുക്ക് കറണ്ട് നമുക്ക് സേവിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് KSEB സേവിക്കാനല്ല, നമുക്ക് നമ്മുടെ കറണ്ട് ബില്ലിൽ നിന്ന് രക്ഷപ്പെടാൻ. അതേപോലെ തന്നെ KSEB നമുക്ക് ഇങ്ങോട്ട് പൈസയും കിട്ടും. ചില സമയങ്ങളിൽ നമ്മൾ എത്രത്തോളം കറണ്ട് നമ്മൾ കുറച്ചെടുക്കുന്നോ അത്രത്തോളം നമുക്ക് KSEB ഇങ്ങോട്ട് എത്രത്തോളം കൂടുതൽ അങ്ങോട്ട് കൊടുക്കുന്നോ നമ്മൾ എത്രത്തോളം കുറച്ചെടുക്കുന്നോ അങ്ങനെയാണ് പൈസ. പിന്നെ കൊല്ലത്തിൽ നമുക്ക് ബയ്യ ആ കാണുന്ന സ്കൂട്ടി ഇനി നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റില്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഇലക്ട്രിക് കാറൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഉപകാരമാണ്. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കെന്ന് വെച്ചാൽ 0 കോസ്റ്റ് ആയിരിക്കും കറണ്ട് ചാർജ്. അതേപോലെ തന്നെ അവർക്ക് ഡീസൽ അടിക്കേണ്ട, പെട്രോൾ അടിക്കേണ്ട, ആ സമയത്ത് തന്നെ നമുക്ക് ഈ കാണുന്ന സോളാർ വെച്ച് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട് മൊത്തം ഇലക്ട്രിസിറ്റി കിട്ടുകയും ചെയ്യും, കാര്യങ്ങൾ നടക്കുകയും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫുൾ ടൈം ആണ് AC ഇടാം, വീട്ടിൽ എന്താ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം, ഫ്രിഡ്ജ് ഉപയോഗിക്കാം, എല്ലാ സാധനവും നമുക്ക്. ഏറ്റവും കൂടുതൽ ചേച്ചിമാർക്ക് കേട്ടോ വീട്ടിലത്തെ സുഖം. കറണ്ടിനെ അവിടെ പോയി ഓഫാക്കാൻ ഇവിടെ പോയി ഓഫാക്കാനൊന്നും നിൽക്കേണ്ട. ഫുൾ ടൈം നമുക്ക് വെയിലുണ്ടോ നമുക്ക് കറണ്ട് ഉണ്ടോ. ഇത്ര നേരം വരെ ലിബിൻ പറഞ്ഞത് ഞങ്ങളുടെ കഴിഞ്ഞ 3 വർഷത്തെ അവസ്ഥകളാണ്. ഇനി നമ്മൾ സോളാർ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു, സോളാർ വെക്കാൻ ഉറപ്പിച്ചു. ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനമെടുത്തത് ഞങ്ങൾ ഓൺലൈനിൽ നിന്നും സോളാർ വാങ്ങിച്ചിട്ട്
വേറൊരാളെ വിളിച്ചിട്ട് പിന്നെ സെൽഫായിട്ട് വെക്കാമെന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പേപ്പർ വാങ്ങലും ഇതിൻ്റെ ബാക്കിയുള്ള തലവേദനകളൊക്കെ എന്താ പറയുക കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ സ്വന്തം ചെയ്തതിന് ശരിയാവില്ല. ഗൈസ് ഫൈനലി ഞങ്ങളങ്ങനെ ഈ നമ്മുടെ പിന്നെ റൂഫിൻ്റെ മേലിൽ ഇത് കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ സോളാർ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് 350 സോളാർ വെക്കുന്ന ആൾക്കാർ ഞങ്ങളെ ബന്ധപ്പെട്ടു. അതിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും നല്ല കൊട്ടേഷൻ കിട്ടിയ നമ്മൾ വിചാരിച്ചല്ലോ, അതായത് ഓൺ സൈറ്റ് റീപ്ലേസ്മെൻറ്റ് പാനലായിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ ഇൻവേർട്ടർ ആയിക്കോട്ടെ, മറ്റ് സംഭവങ്ങൾ റീപ്ലേസ്മെൻ്റ് ഉള്ള ഏറ്റവും നല്ല കൊട്ടേഷനിൽ, അതായത് ഏറ്റവും നല്ല പാനൽ, നമ്മൾ അത്യാവശ്യം ഞങ്ങൾക്കൊരു നോളജ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ടീമിനെ ഞങ്ങൾ സെലക്ട് ചെയ്തു. ഗൈസ് നോക്കൂ, അപ്രകാരം ഇന്ന് 2 ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിലെ സോളാറിൻ്റെ പരിപാടി ഏകദേശം പൂർത്തി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ആദ്യം അവരെ പരിചയപ്പെടാം, അതിനുശേഷം നമ്മുടെ വീട്ടിൽ വെച്ച സംഭവങ്ങൾ പരിചയപ്പെടാം. ഏതാനും സമയത്തിനുള്ളിൽ നമ്മുടെ വീടിൻ്റെ മേളിൽ ഇപ്പം സോളാർ പാനൽ വിരിച്ചു തുടങ്ങും. ഫൈനലി ഇവരാണ് നമ്മുടെ വീട്ടിൽ അങ്ങനെ സോളാർ വെക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ കമ്പനിയുടെ പേര്? ഇക്സോറ ടെക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഗൈസ് നോക്കൂ, ഇവരുടെ പിന്നെ വർഷങ്ങളായിട്ടുള്ള, എത്ര വർഷമായി നിങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട്? ഏകദേശം 9 വർഷം. ഗൈസ് നോക്കൂ, ഏതാണ്ട് 9 വർഷമായി ഇവർ ഈ പരിപാടി തുടങ്ങിയിട്ട്. ഇവർക്ക് കണ്ടമാനം കേരളത്തിൽ എല്ലാ സ്ഥലത്തും വർക്കുണ്ട്. അപ്പം ഇവരാണ് നമ്മുടെ വീട്ടിലങ്ങനെ സോളാർ വെക്കാൻ വേണ്ടി പോകുന്ന സുഹൃത്തുക്കളെ. ഏതൊക്കെ സംഭവമാണ്, എന്തൊക്കെ സാധനങ്ങളാണ്, ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ദിവസം കറണ്ട് കിട്ടുന്നത്, എത്ര kV കിട്ടും നമുക്ക്, അതൊക്കെ സൂര്യനോട് ചോദിക്കേണ്ടി വരും. ഗൈസ് നോക്കൂ, 10 കിലോവാട്ടാണ് നമ്മുടെ വീട്ടിൽ വെക്കാൻ വേണ്ടി പോകുന്ന സോളാർ എന്ന് പറയുന്നത്. എത്രയാ? 10 കിലോവാട്ടാണ് നമ്മുടെ വീട്ടിൽ വെക്കാൻ വേണ്ടി പോകുന്ന സോളാർ. അപ്പം ഏകദേശം ഫ്രെയിമും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു. അപ്പം ഇനി ഇവരോട് തന്നെ ഇതൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം 20,000-22,000 മറ്റേ കറണ്ട് ബില്ല് വരെ നമുക്ക് കവർ ചെയ്ത്. യെസ് ഗൈസ്, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മുടെ സോളാറിന് പ്രത്യേകിച്ച് ഒന്നും പറ്റാതെ അടിച്ചു പോകാതിരിക്കാനുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. അപ്പം ഇതിനിപ്പോൾ അതിൻ്റെ മേളിൽ വെക്കുന്നതാണ്. യെസ്, ചേട്ടൻ്റെ പേര് സുമേഷ് എന്നാണ്. പുള്ളിയാണ് ഇതിൻ്റെ ടെക്നീഷ്യൻ അല്ലേ? സുമേഷ് ചേട്ടനല്ലേ? യെസ്, തൃശ്ശൂരുകാരനാണ്. അപ്പോൾ ഇവർ തൃശ്ശൂരിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഇങ്ങനെ ഒരു ഇതിനാണ് പറയുന്നത് ELC ബോക്സ് തന്നെ കേട്ടോ, മീറ്റർ ബോക്സ്. അതായത് മീറ്ററും പിന്നെ ഇത് ഓഫ് ഓൺ ആക്കുന്ന സാധനം 3 ഫ്യൂസും സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് മാറി, അതായത് സെപ്പറേറ്റ് ഓരോന്ന് വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ സുമേഷ് ചേട്ടനിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ സോളാറിന് ആവശ്യമായ സാധനങ്ങൾ. സുമേഷ് ചേട്ടൻ ഇത് എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ ആദ്യം? ഇത് DC-DB. ഇത് ഇങ്ങോട്ട് തിരിയൂ, ഇങ്ങോട്ട് അടുത്ത് വരൂ. ഇതാണ് DC-DB. ഇത് ആണ് അതിന്റെ ഓൺ ഗ്രിഡ് സിസ്റ്റം. ഓൺ ഗ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളാർ നേരെ DC വന്നിട്ട് AC ആക്കി കൺവേർട്ട് ചെയ്തു. DC-യിലാണ് സുഹൃത്തുക്കളെ നമ്മുടെ സോളാർ. അതിനെ നമ്മൾ AC-യിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ നേരെ ഗവൺമെന്റിന്റെ KSEB-യിലേക്ക് കൊടുക്കുന്നത്. അതാണ് ഈ സിസ്റ്റം. ഇതിന്ന് നേരെ AC-DB-ലേക്ക് കയറും. AC-DB അതെന്താ? അതായത് ഇതിന്ന് വരുന്ന വോൾട്ടേജിനെ 230 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് AC-DB 230 വാട്ട് അതിലേക്ക് മാറ്റി വോൾട്ടിലേക്ക് മാറ്റിയിട്ട് നേരെ നമ്മുടെ എനർജി മീറ്ററിൽ കയറും. ഇതാണ് എനർജി മീറ്റർ. ഗൈസ്, ഇത് സെപ്പറേറ്റ് ഒരു മീറ്റർ ആണ്. ഈ മീറ്റർ, ഇത് KSEB-യുടെ മീറ്റർ, ഇത് നമ്മുടെ മീറ്റർ. ഇനി ഈ മീറ്റർ KSEB-ക്കാര് മാറ്റും, ബൈ ഡയറക്ഷൻ മീറ്റർ ആകും. യെസ് ഗൈസ്, അതായത് നമുക്ക് ഇത്ര നാളും ഉണ്ടായിരുന്ന മീറ്റർ, കറണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന മീറ്റർ ആയിരുന്നു. അത് മാറിയിട്ട് ഇനിയിപ്പോൾ സോളാർ വെച്ചുകൊണ്ട് ഈ മീറ്റർ അവർ മാറ്റും. അതിന് എത്ര രൂപ കൊടുക്കണം? ഹൗ മച്ച് പ്രൈസ്? എത്രയാ? യെസ് ഗൈസ്, ഇനി 9,000 രൂപയുടെ ഒരു മീറ്റർ KSEB കൊണ്ട് വെക്കാണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ മീറ്റർ മാറും, എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളാവും. ഗൈസ്, ഇതിൻ്റെ കറക്റ്റ് സംഭവങ്ങൾ ഇപ്പോൾ ഇവർ പാനൽ വിരിച്ചു തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളും കാണിച്ചു. ഇതുണ്ടോ, ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ മേളിൽ നിന്ന് വരുന്ന ലൈനുകളും സംഭവങ്ങളൊക്കെയാണ്. അവിടെ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ എടുത്ത് ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഒരു വലിയ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ എന്നെ കുറേ പേര് കോൺടാക്ട് ചെയ്തിരുന്നു. അതിൽ നിന്നും ഒരു ദിവസം കൊണ്ട്, അതായത് എന്നോട് ഇവർ 3 ദിവസമാണ് പറഞ്ഞത്, ഇന്നലെ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഇവർ തീർത്തുന്നു. ഓരോരുത്തർ 1 വീക്ക് 2 വീക്കൊക്കെ പറഞ്ഞവരുണ്ട്. നമുക്ക് എത്രത്തോളം നേരത്തെ ചെയ്യാൻ പറ്റും അത്രയും നല്ലതാണ്. പിന്നെ പേപ്പർ വർക്ക് ഞങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്തും കിട്ടി. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഗൈസ്. ഇദ്ദേഹമാണ് നമ്മുടെ വീട്ടിലെ സോളാറും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹമാണ് പേപ്പറും കാര്യങ്ങളൊക്കെ പോയി ചെയ്ത്. ചേട്ടാ, ആദ്യം നമ്മൾ എന്നാ ചെയ്തേ? ഇവിടെ എന്തുണ്ടെന്ന് നോക്കണം. ഫീസിബിലിറ്റി, ട്രാൻസ്ഫോമറിൽ നമുക്ക് സ്ഥലം ഉണ്ടോയെന്ന് അറിയുന്ന സംഭവമാണ്. യെസ് ഗൈസ്, അതായത് നമ്മൾ സോളാർ മാത്രം വെച്ചാൽ പോരാ,
അത് വെക്കാൻ പ്ലാൻ ചെയ്താൽ മാത്രം പോരാ. നമ്മുടെ അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള ട്രാൻസ്ഫോമറിന്റെ അകത്ത് നമുക്ക് സോളാർ വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ KCB പോയിട്ട് ആദ്യം അപേക്ഷിക്കണം. അതായത് സോൾട്ടുകളുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു KCBയുടെ മറ്റേ ട്രാൻസ്ഫോമർ ഇല്ലേ, ഇത്ര സോളാറും കാണ്ട വെക്കാൻ പറ്റുള്ളൂ. അത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന എറണാകുളം ഭാഗങ്ങളിലാണ്. അവിടെ എന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും സോളാർ ഉണ്ട്. നമ്മുടെ നാട്ടിൻ പ്രദേശത്തോട്ട് വരുമ്പോൾ ആ പ്രശ്നം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സോളാറുള്ള എറണാകുളത്താണോ? അപ്രോക്സിമേറ്റ് അവിടെ ഞാൻ തോന്നുന്നുണ്ട്. ഞാൻ കറക്റ്റ് അറിയില്ല, ഞങ്ങളൊരു ഊഹത്തിൽ പറയാണ് ഗൈസ്. അതായത് ലിവിൻ ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്, ചിലപ്പം വീഡിയോയുടെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് വെരി നൈസ് ഗൈസ്. നോക്കൂ, അതായത് ഇദ്ദേഹമാണ് നമ്മുടെ പേപ്പർ ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ സോളാർ വെക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പുള്ളി പറഞ്ഞ എന്താ പേര്, ഫീസിബിലിറ്റി. ഇത് പണ്ട് മറ്റേ ഏതൊരു സിനിമയ്ക്കകത്ത് അമിസ് കസ്ക്യൂരി എന്ന് പറഞ്ഞാലേ. അപ്പോൾ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം നോക്കണം. എന്നിട്ട് നമ്മൾ നേരെ അത് KCB വിളിച്ചു വയ്ക്കണം. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അതല്ലേ യാഥാർത്ഥ്യം. വെറുതെ വെറുതെ നമ്മളങ്ങ് സോളാർ വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. ഇനി ചേട്ടൻ പറഞ്ഞോ. അതായത് KCB പോയിട്ട് ഒരു 1150 രൂപ വിട്ടിട്ട് നമ്മൾ ഒരു ഇത് കൊടുക്കണം. എന്താ പറയുന്നത്, അപേക്ഷ. അതായത് നമ്മൾ സോളാർ വെക്കുക എന്നുള്ള സംഭവം അവിടെ കെട്ടണം. നമ്മുടെ നിങ്ങൾ എവിടെ പോയി ചെയ്താൽ തിരൂര് എവിടെയായിരുന്നു ചേട്ടാ? അല്ല, നമ്മളിവിടെ വള്ളിത്തോട് ഗൈസ്. ഞങ്ങളുടെ ഇത് KCB ഇത് വരുന്നത് വള്ളിത്തോടാണ്. അതിന് ശേഷം ആ പേപ്പർ വെച്ചിട്ട് നമുക്ക് പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാം. ഗൈസ് നോക്കൂ, അതാണ് സംഭവം. KCBക്ക് സോളാർ വെക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ അവരെ പറഞ്ഞ കാര്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാണല്ലോ ഇത് വരുന്നത്. കാര്യം എന്താ വെച്ചിട്ട് അവർക്ക് എനർജി പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ശരിക്കും എന്ന് വെച്ചാൽ നമുക്ക് സൂര്യനിൽ നിന്ന് അവര് സാധനം പാടത്തിൽ നിന്ന് വേറെ പാടത്തിൽ നിന്ന് വാങ്ങും വലിയ പൈസ ആവും. നമ്മൾ കൊടുക്കുമ്പോൾ ചെറിയ പകുതി. നമുക്ക് എത്ര കിട്ടും? ഇപ്പം നമുക്കിപ്പോ 3 രൂപ നമുക്ക് കിട്ടും KCBയുടെ ഭാഗത്തുനിന്ന്. 8 സംതിങ്. ഇപ്പം പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. രാത്രിയിൽ ഉപയോഗിക്കുന്നതിന് വേറൊരു ഫീസ് വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റായിട്ട് അറിയത്തില്ല. അതായത് പകൽ ഉപയോഗിക്കുന്നതിലും താരിഫ് കൂടി, പിന്നെ 2400 താരിഫ് കറക്റ്റായിട്ട് അറിയത്തില്ല. അതൊക്കെ പറഞ്ഞുള്ള അറിവാണ്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. കാരണം ഞങ്ങൾ ഇവിടെ പല സമയത്ത് ഉണ്ടാകാറില്ല. ഞങ്ങൾക്കൊന്നും അറിയാം. ഞങ്ങൾക്ക് ലാസ്റ്റ് വന്ന ബില്ല് 20,500 രൂപയാണ്. അപ്പോൾ യെസ്, അതിനെക്കുറിച്ച് ഞാൻ ലിവിനും ആ സ്റ്റെപ്പിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഗൈസ്. അപ്പം ഈ സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വെക്കാനുള്ള പെർമിഷൻ KCB തരും അല്ലേ ഗൈസ്. ബേസിക്കലി ഇത് തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെയ്തു തുടങ്ങാം. ഇതിന് ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്? നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീഷൻ റിപ്പോർട്ട് എന്നിട്ട് അഗ്രിമെന്റ്, പിന്നെ നമ്മളെ പാനലിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് റിപ്പോർട്ട് കൊടുക്കും. KCBക്ക് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് അവർ വന്ന് ഈ മീറ്റർ മാറ്റി വെക്കണം. യെസ് ഗൈസ്. അപ്പോൾ അതോടുകൂടി ഏകദേശം ഓക്കെ. പിന്നെ ഒരു KCB എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ എത്ര എടുക്കണം? 1150. അത് നിർബന്ധമില്ല, ഇല്ലാന്ന് അവിടെ ഡയറക്റ്റ് പോയി അടിച്ചാലും മതി. യെസ് ഗൈസ്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക്കലി സംഭവം. അപ്പം ഇവർ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നതാണ്. ഏറ്റവും നല്ല കൊട്ടേഷൻ തന്നതും പിന്നെ റേറ്റ് കുറഞ്ഞ കൊട്ടേഷൻ തന്നെ. അതെ, പിന്നെ അതേപോലെ തന്നെ ഇവരുടെ കൊട്ടേഷൻ വെച്ചാണ് ബാക്കി എല്ലാവരും സംസാരിക്കുന്നത് അല്ലേ? അങ്ങനെയാ പറഞ്ഞ എല്ലാവരും ബാക്കിയാ ഗൈസ്. ഇനി ഒരു കാര്യം പറയാം. ഇവർ ഞങ്ങൾക്ക് തന്ന ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും സോളാർ എടുക്കാൻ ശ്രദ്ധിക്കണം. റീപ്ലേസ്മെൻറ്റ് ഓൺ സൈറ്റ്. അതായത് എന്തു പറ്റിയാലും ഓൺ ദ സൈറ്റിൽ ഇവർ മാറ്റിത്തരണം. പിന്നെ എത്ര മാസം കൂടുമ്പോഴാണ് നിങ്ങൾ മറ്റേ കഴുകാനൊക്കെ വരുന്നത്? നമ്മൾ മന്ത്ലി വന്നിട്ട് കഴിയും. അതായത് പാനിൽ വാഷ് ചെയ്ത് ഇത് ചെയ്ത് തരും. ഇതെല്ലാം ശ്രദ്ധിക്കണം. ഒരു സോളാർ വെക്കാൻ നേരത്തെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നിങ്ങൾ വെക്കുന്ന ഗ്യാരണ്ടി ആണ് ചോദിക്കുന്നത്. ഒന്നും കൂടെ പറയൂ. റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി. ഒന്നും കൂടെ പറയൂ. ഇനി പറഞ്ഞാൽ മാറി. അതായത് നമ്മുടെ സാധനം കംപ്ലൈന്റ് നന്നാക്കിയെന്നല്ല, അവിടുന്ന് തന്നെ മാറാനുള്ള സെറ്റപ്പ്. അതായത് ലിവിനെ, നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ചു. നമ്മുടെ വീട്ടിൽ ഇപ്പം ലുമിനസിന്റെ വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ ഷോപ്പിൽ കൊടുത്ത് മാറുമ്പോൾ ഒരാഴ്ച എടുക്കും. അപ്പോഴത്തേക്കും നമ്മുടെ എല്ലാം പിന്നെ ഈ ഇൻവേർട്ടർ തന്നെ കുതാകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോളാർ വെക്കാൻ നേരത്ത് എന്ത് സാധനമാണെങ്കിലും അത് റീപ്ലേസ്മെൻ്റ് ആയിരിക്കണം. റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓൺ സൈറ്റിൽ മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നെ സംഭവിക്കുക വെച്ചാൽ ഒരാഴ്ച, 2 ആഴ്ച, ചിലപ്പോൾ 1 മാസം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ചത്തിരിക്കും അല്ലേ ചേട്ടാ? അതായത് ഇത് ഉപയോഗിക്കാൻ പറ്റൂല റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ. ഗൈസ്, അതെപ്പോഴും നിങ്ങൾ ചേട്ടൻ എന്നെ പറയാൻ വേണ്ടി വന്ന് പറഞ്ഞോളൂ. നമുക്ക് എങ്ങനെയാന്ന് വെച്ചാല് ഇൻവെർട്ടറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സ്പെയർ ഇൻവെർട്ടർ കൊണ്ടുവച്ചിട്ട് നമ്മൾ ആ ഇൻവെർട്ടർ കൊണ്ടുപോകും. എന്നിട്ട് അത് ശരിയാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. 10 വർഷം പറഞ്ഞു. നമ്മുടെ പാനലിനും ഇൻവെർട്ടറിനെല്ലാം 10 വർഷമല്ലേ? പാനലിന് 25 വർഷം, 10 വർഷമാണ് വാറണ്ടി. അത് കഴിഞ്ഞ് പെർഫോമൻസ് വാറണ്ടി എന്ന് പറയും. യെസ് ഗൈസ്, അതായത് പാനലൊക്കെ മേളിൽ വിരിക്കാൻ നേരത്തെ ഞാൻ കറക്റ്റ് അതിനെക്കുറിച്ച് പറയാം. യെസ്, അതായത് ഈ കാണുന്ന മേളിൽ കാണുന്ന ഇത് നമ്മുടെ സോളാറിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോളാറിൻ്റെ മീറ്റർ. ഇതിപ്പോൾ നമുക്ക് KCB വെച്ച് തന്ന മീറ്റർ. ഈ മീറ്റർ ഇപ്പം അവർ വന്ന് മാറ്റും. ഓരോ തൊടണ്ട കരിഞ്ഞു പോവും. അപ്പം അതൊക്കെയാണ് അവസ്ഥ. ഇതുണ്ടോ, ഞങ്ങളുടെ ഓരോ ഫീസൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് നോക്കി, എൻ്റെ അരി കിട്ടുമോ? എൻ്റെ ആണോ പൈസ? ഒരു പീസൊക്കെ കരിഞ്ഞായിരിക്കുന്നത്. എന്താണെന്നറിയാം, എനിക്കൊന്ന് അതിൻ്റെ ഒന്ന് ഏറ്റവും കൂടുതൽ ഓവർലോഡ് എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ
ഈ ഇൻവേർട്ടർ അല്ലോ ജനറേറ്റർ അല്ല ഇതെന്നാ മീറ്റർ. ഈ മീറ്റർ മാറ്റണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ മീറ്ററിൽ നമുക്ക് അവകാശമില്ല, ഇത് അവർ കൊണ്ടുപോകും. വേറെ മീറ്ററാണ് ഇനി വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ മീറ്ററോട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ മേളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ് ഗൈസ്, നോക്കൂ, അതായത് നിങ്ങൾ ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് കാണരുത്. ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. വേണം അവസാനം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നത്, അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് കാണിച്ചു തരാം. പ്രൊമോഷനായിട്ടല്ല ഇത് ചെയ്താക്കുന്നത്. ഏറ്റവും കാശ് കുറച്ച് തന്നു വിളിക്കാൻ, അതാണ് ഏറ്റവും കൂടുതൽ ഉപകാരം. അതെ, അവർ ലാഭം ഇച്ചിരി ഒഴിവാക്കി തന്നു. അതേപോലെ തന്നെ ഏറ്റവും ചെറിയ റേറ്റിൽ ഇവരാണ് വന്നാക്കുന്നത്. അതെ ഗൈസ്, നോക്കൂ, അതായത് നമ്മൾ സോളാർ വെക്കാൻ എപ്പോഴും സൂക്ഷിക്കണം. കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി മുതൽ ഉപയോഗിക്കുന്ന കോപ്പർ പൈപ്പാണോ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z നോക്കണം. പിന്നെ പാനൽ കറക്റ്റാണോ വരുന്നത്, പറഞ്ഞ പാനൽ തന്നെയാണോ ഈ വന്നിരിക്കുന്ന മൊത്തം, ഇതൊക്കെ നോക്കണം. ഞങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞാൻ ലിവിന് കുലംകുത്തമായി പല രാജ്യങ്ങളിലിരുന്ന് ഇതേപോലെ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെ കറണ്ട് ബില്ലിനെ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. നമ്മുടെ ഓരോ പാനലായിട്ട് അങ്ങനെ എടുത്ത് മേലോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിന് മേളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പടപടേ എന്നുള്ള പരിപാടി തരും, അല്ലേ ലിപിയെ? അതെ, നമുക്ക് ഇനി ആദ്യമായിട്ട് നമുക്ക് മേളിൽ കയറാം. അങ്ങോട്ട് നമ്മുടെ മേളിലേക്ക് പാനൽ അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 19 പാനൽ. ഇവിടെ ഈ ചെളി കാണുന്നത് നിങ്ങൾ നോക്കണ്ടോ, ഇതിനൊരു കവറിങ് ഉണ്ട്. അത് ഞങ്ങളുടെ അവിടെ കുത്തിച്ചാരി വെച്ചതിൻ്റെയാണ്. ഇതുണ്ടോ, ഇതുപോലെ പ്ലാസ്റ്റിക് ഇതുപോലെ പറിച്ച് കളയണം. അവിടെയല്ലോ കാര്യം ഇരിക്കുന്നത്, ഇവിടെയാണ് കാര്യം ഇരിക്കുന്നത്. ഈ സാധനം പറിച്ച് ക്ലിയർ ആവട്ടോ. ഞങ്ങളുടെ അവിടെ ഇച്ചിരി മണലും ചെളി സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ ഇതിനിപ്പോൾ 19 എണ്ണമാണ് മേളിലേക്ക് കയറുള്ള. ഈ പാനലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലോട്ട് ഇപ്പം ഇതില്ലെന്ന് വെച്ചാൽ വെളിച്ചില്ലെന്ന് നമുക്ക് ഇറങ്ങി എടുക്കാം. വേണ്ട, കൈക്ക് ബലമില്ല, പൊട്ടിപ്പോയാലോ. അതായത് ഞാൻ കാണിച്ചു കൊടുക്കാം. എൻ്റെ കൈക്ക് ബലമില്ല. ദേ ഈ പാനലിൻ്റെ ബാക്കോട്ട് നോക്കി, ദേ ഇവിടെയും പിന്നെ ഇത് ചാർജ് ആവും. പിന്നെ അതേപോലെ ചേട്ടാ ഇതിന് എന്നായിട്ടാ പറയുന്നത്? ബൈഫേഷ്യൽ പാനലാണ്. അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് ഇനി കണക്ഷൻ കൊടുക്കാനൊക്കെ ഉള്ളത്. ഇത് മേളിൽ നിന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങൾ കാണിച്ചു തരാം. വേറെ കാര്യമുണ്ട് ഇവനെ, ഇതിൻ്റെ പകുതിയിൽ നിന്ന് വേണേലും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാ ഇവിടെ ഇപ്പം വെയിലടിച്ചില്ല, ഇവിടെ വെയിലടിച്ചു, ഇവിടെ നിന്ന് കറണ്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇന്നോ നാളെയോ ഇന്ന് പൂർത്തിയാവും. നാളെ കഴിഞ്ഞായിട്ട് KCBയുടെ അപ്രൂവൽ അവരുടെ കുറേ ആൾക്കാർ വരാൻ അങ്ങനെ കുറേ സംഭവം ഉണ്ടാക്കാം. നമുക്ക് ചേട്ടന്മായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം മൊത്തത്തിൽ നമുക്ക് പരിപാടി തീർത്ത് നാളെയും കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇവർ തീർക്കും. യെസ് ഗൈസ്, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കേട്ടോ. ബേസിക്കലി ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 18 പാനലിങ്ങാനാണ്. 18 കറക്റ്റാണ്, എനിക്ക് ഓർമ്മയില്ല. 18 പാനലാന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ്, അതിനുള്ള സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ എത്ര ലെയർ ആണ് ഇതിൻ്റെ അകത്ത് വേറെ ഒരു ഭാരം ഉണ്ട് ഇവനെ. ഇത്രയും ഭാഗം നമ്മൾ ഷീറ്റ് ചെയ്യണമെന്ന് ഓർത്തല്ലേ. യെസ് ഗൈസ്, അതായത് ഇതിൻ്റെ 1 2 3 3 ലെങ്തിൽ കിടക്കുകയാണ്. പിന്നെ 2 എണ്ണം വേറെ. ഗൈസ്, ഇവിടെ എപ്പോഴും ഫ്ലൈറ്റ് വന്നത് തൊട്ടടുത്ത വിമാനത്താവളം. ഡ്രോണ് സാധനങ്ങളൊക്കെ പറത്തൽ ഭയങ്കര പാടാട്ടോ. അതൊരു വലിയൊരു വിഷയമാണ്. വേറെ കാര്യമുണ്ട് ഇവനെ, നമ്മളവർക്കും ഭയങ്കര വെയിലുള്ള സമയത്താണ് നമുക്ക് സോളാറിന് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഗോൾഡൻ ടൈം. ഗൈസ്, നമ്മൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസുകൾ സന്ദർശിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡൻ ടൈം എന്ന് പറഞ്ഞാൽ ഈ ടൈം ആട്ടോ. അതായത് 4:30 മുതൽ 5-5:30 വരെയുള്ള ടൈം, അതൊരു അന്യ ടൈമാണ്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു പ്രത്യേകം വെച്ചാൽ ഇവിടെ ചോലയോ മറ്റ് സംഭവങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ കറണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഏതാനും നിമിഷങ്ങളും സുഹൃത്തുക്കളെ നമ്മളിവിടെ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് തുടങ്ങും. പിന്നെ വേറെ കാര്യമുണ്ട്, സാധനം ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പട്ട സാധനമായിരിക്കും. യെസ് ഗൈസ്, മെയിൻ ഇലക്ട്രീഷ്യൻ വന്നു തുടങ്ങി കേട്ടോ. പുള്ളി വന്ന് കയറി തുടങ്ങി. ഇനി എന്ന് പറഞ്ഞ് ഓരോന്നോരോന്നായിട്ട് കയറും. അല്ലേ ചോദിച്ചേട്ടാ? ഈ കാണുന്നത് ഇതിൻ്റെ ഒരു മെയിൻ എർത്ത് വയർ ആണെന്ന് തോന്നുന്നു കേട്ടോ. എർത്താന്നുള്ള വിശ്വാസം. ഗൈസ്, അത് ഇതിനു വേണ്ടിയുള്ളടാ. പിന്നെ ഇതുണ്ടോ, ആ എർത്ത് വയർ ഇറങ്ങിപ്പോയാക്കുന്ന ഇതേപോലെയാണ് മേളിൽ നിന്ന്. താഴേന്ന് വേറൊരു രീതിയിലാണ്. ഇത് അടയ്ക്കാൻ അവരോട് പറയണേ. അതിനടാ, അല്ലെ വെള്ളം വീണ്ടും MC ഒട്ടിക്കണം. ഇത് എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്? ഈ ചെയ്ത് എന്താന്ന് ചോദിച്ചാൽ വെള്ളം അടിക്കാതിരിക്കാൻ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. വെള്ളം ഒലിച്ചു പോകാതിരിക്കാൻ. കണ്ടംപററി ആയതുകൊണ്ടാണ്, അറിയാലോ, എല്ലാം ലാസ്റ്റ് ഒരു ഇതായി മാറി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കണക്ഷനുകൾ. ഇത് ഇത്രയും കണക്ഷനുകളുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ഈ പാനലിൽ നിന്ന് താഴോട്ട് പോകുന്ന കണക്ഷനും അതിൻ്റെ പൈപ്പുകളും സംഭവം. ഇവിടെ MC അടിക്കാൻ പറ്റും. കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. ഒന്നും കൂടെ ശക്തമായി പറയൂ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്തൂടെയാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഗൈസ്, ഇതുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംവിധാനം ഇതാട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ ഫ്രെയിം ആയിട്ട് ഏറ്റവും വീടിൻ്റെ ഫ്രണ്ട്, അതായത് ഇതാണല്ലോ ഫ്രണ്ട്, ഇതിൻ്റെ ഈ ഒരു ഭാഗമായിട്ടാണ് ഈ സംഭവം ഇങ്ങനെ നിൽക്കുന്നത്. ദിവചേട്ടാ, ഇനി നമുക്ക് കണ്ടിന്യൂസ് AC ഇട്ട് ഇവിടെ ഇരിക്കാം. ദിവചേട്ടൻ ഭയങ്കര വിഷമം കേട്ടോ, KCBക്ക് ഇത് കൊടുക്കുന്ന. അപ്പൊ നമുക്ക് ലാഭമില്ല. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ അടയ്ക്കേണ്ടി വരും.
ഗൈസ് അതാണ് ഇനി ലാഭമാണ് ഇലക്ട്രിക് എന്തെങ്കിലും വണ്ടി വാങ്ങുന്നത്. ആ ഇനി ഇനി ഭയങ്കര ലാഭമാണ്. എണ്ണ അടിക്കുന്ന പൈസ അടവടച്ചാൽ മതി. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. സത്യമല്ലേ? അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഏതെങ്കിലും അടവിന് പറഞ്ഞ് എടുക്കാമല്ലോ. അല്ല, നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇതാക്കാം, കാർ കുത്തുന്ന ഒരു സാധനം ആക്കാം. കാർ കുത്തുന്ന ഒരു ചാർജ്. കാർ കുത്തുന്നോ? കുത്തുന്നതല്ല, കണക്ഷൻ താഴെ വെക്കാൻ പറ്റും. താഴെ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാം. അങ്ങനെയല്ല, നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിനെ ഇത് ബാലൻസ് ചെയ്താലേ നമുക്ക് കറണ്ട് ബില്ല് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കറണ്ട് ബില്ല് അടയ്ക്കണം. അങ്ങനെ ആർക്കും ഇല്ല. അതായത് നമുക്കിപ്പം വെച്ചാക്കുന്ന 20,000 22,000 കറണ്ട് ബില്ല് വരുന്നതിന് താങ്ങാൻ പറ്റിയ 10 kV അത് ഓക്കെയാണ്. 10 kV എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹെവിയാണ്. അത്ര ഹെവിയൊന്നുമല്ല, 80 100 വെക്കുന്നവരുണ്ട്. പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഞങ്ങളിത് ചെയ്താക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സബ്സിഡിയിലല്ല, നോൺ സബ്സിഡിയിലാണ് ചെയ്താക്കുന്നത്. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് സബ്സിഡി വരാൻ നേരത്തെ ഇന്ത്യൻ സബ്സിഡി വരാൻ നേരത്തെ പറയില്ല, ഇന്ത്യൻ പാനുകളിലെ അല്ലെന്നേ, ഇന്ത്യൻ പാനുകളിലെ പറ്റുള്ളൂ. അങ്ങനെ വിദേശ കമ്പനിയുടെ പറ്റൂല. അല്ല, പക്ഷേ ഏറ്റവും നല്ലത് മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് എടുക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. വേറെ കാര്യമുണ്ടെന്നേ, 10 kV ഒക്കെ വരാൻ നേരത്തെ 2 രൂപ ഒരേ പൈസയാണ്. 10,000-10,000 രൂപയുടെ വ്യത്യാസം വരുള്ളൂ. ഇതിന്റെ അകത്ത് തന്നെ കുറെ പേര് പറ്റിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സെയിം സംഭവം തന്നെ 6,20,000 രൂപ പറഞ്ഞു. അവരതൊക്കെ നല്ല രസം പറഞ്ഞു. 6,20,000 ഞങ്ങൾക്ക് 7,20,000 10 kV കൊട്ടേഷൻ എന്ന ആൾക്കാരല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ലിബി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വളരെ കറക്റ്റാണ്. അതുകൂടാതെ ഇത് എടുത്തിട്ട് സബ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. ഇവർ തന്നെയാണോ വരുന്നത്, പറഞ്ഞ സാധനങ്ങൾ തന്നെയാണോ, എല്ലാം ശ്രദ്ധിക്കേണ്ടത് ഒരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം അത് വേറെ കാര്യമുണ്ട്. അപ്പൊ അവരോട് പറഞ്ഞു, ചേട്ടാ ഇതിന് ഇത്രയല്ല പൈസ വേണം. ആദ്യം പറയുന്നത് അത് ലോക്കലായിരിക്കും. ഈ സംഭവം എല്ലാം കൊണ്ടുവെക്കുന്ന ഒരേ കമ്പനിയുടെ സാധനം തന്നെ ആയിരിക്കും, ഒരേ കറണ്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത്. യെസ് ഗൈസ്, നമുക്ക് ഈ കാണുന്ന സൂര്യനാണ് എനർജി നൽകേണ്ടത്. ഗൈസ്, ഞങ്ങൾ പാനൽ ഓരോന്നോരോന്നായിട്ട് കയറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഇനി എത്ര പാനലും കൂടി കയറും ചേട്ടാ? നേരത്തെ 11 പറഞ്ഞത്, ഇനിയിപ്പോൾ 10 8 ഇനി ഉണ്ടാവും. അവിടെ എത്ര കയറി? 12 കയറി. ഇപ്പം 13 12 കയറി. 13 14 പിന്നെ 4 ഉള്ളൂ. ഇനി എത്ര ഉണ്ട് ചേട്ടാ? കാണുന്ന പാനലുണ്ടല്ലോ, അത്യാവശ്യം ഒരു 10 12 അല്ല 20 25 ഉണ്ടോ? 25 അടുത്തുണ്ടോ കേട്ടോ. എത്ര? സോറി 30-33 കിലോ അടുത്തുണ്ടോ കേട്ടോ സാധനം. അപ്പം കാറ്റെടുക്കുമെന്ന് പേടിക്കണ്ട കേട്ടോ. 30 കിലോ ഉണ്ടാ കാറ്റെടുക്കൂല. ആ സൈഡിൽ നീ കിടക്കുന്ന അവിടുത്തെ ചൂട് കുറഞ്ഞു കിട്ടും. അവിടുത്തെ ചൂട് കുറഞ്ഞു കിട്ടൂടാ. അതിന് മേളിൽ ഇത് വന്നില്ലേ അടുത്താ. പൊതുവെ ദീപച്ചേട്ടനെ കുറിച്ചൊരു അപഖ്യാതിയുണ്ട്, പണിയെടുക്കുന്നില്ല എന്നുള്ളത്. അയ്യോ ഓ ദീപച്ചേട്ടാ നന്നായി ടൈറ്റ് പിടിച്ചോ. ഗൈസ് നോക്കൂ, ഫൈനലി അവസാന പാനലും മേളിലേക്ക് കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പം പാനലൊന്നുമില്ല, അവസാനം ബാക്കിയുള്ള 2 പേരും കൂടെ കയറി വരുന്നുണ്ട്. ഗൈസ് നോക്കൂ, ഇനി മേലോട്ടോ, ഇനിയും വിരിയാ കേട്ടോ. ഇതാണ് നമ്മുടെ പാനല്. പാനലിൻ്റെ പിന്നിലൊരു വ്യക്തിയുണ്ട്, വേണം ഫ്രണ്ടിലേക്ക് വരട്ടോ. ഇതേപോലെ ഫിറ്റ് ചെയ്തിട്ടാണ് ശരിക്കും ഈ സാധനം പറിച്ചു കളയാട്ടോ. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു വിഷമം, അതുകൊണ്ട് പറിച്ചു കളയാം കേട്ടോ. ഫുള്ള് കവറേജ് ആണല്ലോ. ഇതിനെക്കുറിച്ച് പറയാൻ നേരത്തെ ഇത് ഗ്ലാസിൻ്റെ വിലയുണ്ട് കവറേജ്. 3 mm ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഈ ഗ്ലാസ്. 3.5 ഗൈസ്, യെസ് 3.5. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്കിംഗ് ഇന്ത്യ. അതായത് ഇങ്ങനത്തെ പാനൽ വെച്ചാൽ നമ്മൾ സബ്സിഡി സംഭവങ്ങൾ കിട്ടത്തുള്ളൂ. പിന്നെ എപ്പോഴും ഇന്ത്യൻ മെയ്ഡ് വെക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരാൻ നേരത്തെ ഇന്ത്യൻ ബ്രാൻഡ് വെക്കുക. കുറേ ബ്രാൻഡുകൾ കിട്ടാനുണ്ട്. വിദേശിയാണ് നിർത്തിപ്പോയാൽ പോയി. അതെ, കഴിഞ്ഞു. ഗൈസ്, വിദേശി പരദേശി, ഈ നമ്മുടെ ദേശീയ വെക്കുക, അതാണ് ഏറ്റവും നല്ലത്. ദേശീയനെ സപ്പോർട്ട് ചെയ്യുക, എന്നാലേ നമ്മൾ വളരത്തുള്ളൂ. അല്ലേ ലിവിനെ? അതെ. ഇവനെ വേറെ കാര്യമുണ്ട് ഇവനെ. എന്നടാ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കട്ടായാലും ഇവിടെ കിട്ടും. നമുക്ക് തിരിച്ചാലോ ചേട്ടാ. ഇതിൻ്റെ അപ്പുറം ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇതേപോലെ തന്നെയാണ് അപ്പുറത്തെ വശവും. എങ്ങോട്ട് തിരിയുന്നത്? ഞാൻ ഇങ്ങോട്ട് പോവാം, ചേട്ടൻ ഇങ്ങോട്ട് പോരെ. എൻ്റെ പൊന്നെ, ഇതാണ് ഇതിൻ്റെ ബേക്ക് വശം. ഈ 2 സൈഡും പിന്നെ ഗൈസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലിബിൻ താഴോട്ട് ഇറങ്ങിപ്പോയി. ഞങ്ങളുടെ ഇവിടെ വൈകുന്നേരം മീൻ വരുന്നുണ്ട്, മീൻ മേടിക്കാൻ പോയതാണ്. ഗൈസ്, ഈ കാണുന്ന കമ്പനിയുടെയാണ് നമ്മുടെ പാനൽ, നോവാസിസ്. ഇതാണ് നമ്മുടെ സാധനം, മെയ്ഡ് ഇൻ ഇന്ത്യ. അപ്പം ഈ കാണുന്ന പാനലാണ് നമ്മൾ നമ്മുടെ ഈ കാണുന്ന റൂഫിൽ ഫിറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യൽ തുടങ്ങിയപ്പോൾ ഇനി അത് കാണാം കേട്ടോ. പാനൽ ഓരോന്നോരോന്നായിട്ട് വിരിക്കൽ തുടങ്ങി. ചേട്ടാ ഗ്യാപ്പ് ഇടും? ഗ്യാപ്പ് അല്ല, അത് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് കയറ്റുള്ളൂ. അല്ല, അന്നേരം അടുക്കുമല്ലേ? ആ കാണുന്നൊരു ഇതിൻ്റെ ക്ലാമ്പിൻ്റെ ഗ്യാപ്പ്. ഗൈസ്, ആ കാണുന്ന ഒരു ക്ലാമ്പിൻ്റെ ഗ്യാപ്പാണ് ഇതിനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇത് തുടയ്ക്കുക കേട്ടോ എല്ലാം മൊത്തത്തിൽ. കഴുകുമായിരിക്കും അല്ലേ? ഇതെല്ലാം കറക്റ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെക്കാൻ വേണ്ടി.
അല്ല ചേട്ടാ ഇല്ലെങ്കിൽ ഇത് കറക്റ്റ് അവിടെ ചെല്ലാൻ നേരത്ത് പാളുമായിരിക്കും. അല്ല ചേട്ടാ വേറെ കാര്യം ചോദിച്ചാ അപ്പൊ ഈ താഴെ വരൂലേ ഇങ്ങനെ ക്ലിപ്പ് ലോക്കാ പോലും. അങ്ങനെയല്ല സെറ്റപ്പ്. 2 പാനൽ വീണു കേട്ടോ. ആദ്യം 1 വെച്ചു, 2 വെച്ചു. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അടുത്ത പാനലിന് ഇവിടുന്ന് മാറി കൊടുക്കണം. ഇതിങ്ങനെ വിരിച്ച് ഏതാണ്ട് ഒരു 1/4-3/4 മണിക്കൂർ കൊണ്ട് പാനലിൻ്റെ പരിപാടി കഴിയും. ഈ സ്ട്രക്ചർ അടിക്കലാണ് പരിപാടി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്ട്രെച്ചർ അടിക്കുന്ന ആൾക്കാരാണ് ബുദ്ധിമുട്ടുന്നത്. അവരാണ് ഇതിൻ്റെ അകത്ത് പെടുന്നത് അല്ലേ? സ്ട്രക്ചർ അടിയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും. പക്ഷെ വേറെ കേസ് ഞാൻ പറയാം, ഇത് ഫ്ലാറ്റ് റൂഫ് പിന്നെ ഇതായതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല. മറ്റേ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള റൂഫുകളൊക്കെ ആകുമ്പോൾ ഭയങ്കര ടാസ്ക് ആയിരിക്കും. അടിക്കാനും നിൽക്കാനും പാടാണ്, അടിക്കാനും പാടാണ്, കൂടുതൽ കമ്പിയും ചെലവും. യെസ്, അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി സംഭവം കഴിഞ്ഞു. അതായത് നമ്മുടെ വീടിൻ്റെ മേളിൽ സോളാർ വെച്ചിരിക്കണം. ഗൈസ് നോക്കൂ, ഫൈനലി ഇപ്പം നമ്മുടെ വീടിൻ്റെ മേളിൽ സോളാറാണ്. ഇതാണ് ഓരോ പാനലിൽ നിന്ന് ഓരോ പാനലിലേക്ക് കണക്ഷനും സംഭവങ്ങളൊക്കെ പോയാക്കുന്നത്. വേറെ കാര്യമുണ്ട്. യെസ് പറയൂ. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ വലിയ അല്ലല്ലോ പിന്നെ അങ്ങനെ നീണ്ട 3 വർഷത്തെ പ്രതിസന്ധിക്ക് നമ്മൾ അങ്ങനെ ഒരു വിരാമം കണ്ടിരിക്കുകയാണ്. എന്തിനും ഒരു വിരാഗം ഉണ്ടെന്ന് പറഞ്ഞ ഇതാണ്. വിരാഗമല്ല, വിരാമം. അത് തന്നെ. ഗൈസ് നോക്കൂ, അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി നമ്മുടെ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള പരിപാടിയും കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കുകയാണ്. സോളാർ ഫിറ്റ് ചെയ്തു ഗൈസ്. നമ്മുടെ സോളാർ അങ്ങനെ സെറ്റായി. 2 സൈഡും അങ്ങനെ എന്തെടുക്കുന്നത്, കറണ്ട് എടുക്കുന്ന സോളാറിൻ്റെ ഇവിടെ ഒരു സാധനം നിങ്ങൾക്ക് കാണാം. ഇതാണ് ഇതിന് ഇടി വെട്ടിയാൽ ഏക്കായിരിക്കാനുള്ള ആ ഒരു മുതുക്കൻ കമ്പി അല്ലേ? അതിനെന്നെ ചേട്ടാ പേര് പറയുന്നത്? ലൈറ്റ്നിങ്. വേറെ സാധനമുണ്ട്. എന്ത് സാധനം വലിയത് വെച്ചാലും പൊക്കത്തി വെച്ചാൽ ഈ സാധനം മസ്റ്റായത്. ഇതാണ് പിന്നെ താഴോട്ട് പോയേക്കുന്ന സാധനം. ഇതാണ് ഇടി വെട്ടി താഴെ ഭൂമിയിലേക്ക് കൊണ്ട് ഇറക്കുന്നത്. ഏരിയ ഇടി വെട്ടൂല. അതിനാ ഇത് ഏറ്റെടുക്കും. അല്ല, ഈ ഏരിയയിൽ ഇടി വെട്ടൂലെന്നല്ലോ, ഇതിന് ഇടി വെട്ടൂലെന്നല്ലേ? അങ്ങനെയാ വീടിന് പ്രൊട്ടക്ഷൻ ഇല്ല. ഗൈസ് നോക്കൂ, ബേസിക്കലി ഇല്ല. ആണോ? സോളാറിന് ഇടി വെട്ടു, കേൾക്കും. അതായത് ഇതെന്ന് വെച്ചാണ് നമ്മുടെ സോളാറിൻ്റെ ഔട്ട്ലൈൻ. അതായത് നമ്മൾ നേരെ മുന്നിൽ നിന്ന് തള്ളിച്ചിട്ടാണ് നേരെ ബേക്കിലോട്ട് കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ നമുക്ക് വെയിലിൻ്റെ ഇച്ചിരി പ്രശ്നമുള്ള കാരണം ഇങ്ങോട്ട് ഇച്ചിരി തള്ളിച്ച് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അല്ലേ ചേട്ടാ? വെയിലിൻ്റെ പ്രശ്നം ആയതുകൊണ്ടല്ലേ ഇത് ഇങ്ങോട്ട് തള്ളിച്ചിട്ടേക്കുന്നത്? പിന്നെ നമ്മൾ ഇങ്ങോട്ട് കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ബാക്കിലേക്ക് വെച്ചിട്ടുള്ളത്. അതായത് ചേട്ടാ വേറെ ഡൗട്ട്, ഇത് ഫുള്ള് സോളാർ ചെയ്യണേ എത്ര കെ വി വേണ്ടി വരും? ഇത് ഫുള്ള് സോളാർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 20 കിലോ വാട്ട്. ഇനി ഒരു 10 കൂടെ വെക്കണം അല്ലേ? അല്ലേ? അങ്ങനെ ഈ വീട് മൊത്തം നമുക്ക് സോളാറാക്കി മാറ്റാം. അപ്പം നമ്മൾ നമ്മുടെ മേലത്തെ സോളാറിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നേരെ താഴോട്ട് പോകാൻ നേരത്ത് ബാക്കിയുള്ള സിസ്റ്റവും സംഭവങ്ങളും കാണാനുണ്ട്. അതും കൂടെ കണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഗൈസ് നോക്കൂ, ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലത്തെ ആ ലൈനുകൾ. ഇതുണ്ടോ? ഇതേപോലെയാണ് ലൈനുകൾ നേരെ താഴോട്ട് പോകുന്നത്. ഇതാണ് കണക്ഷൻ ടു കണക്ഷൻ. ഇതുണ്ടോ? ഇതൊക്കെ കണക്ഷൻ ടു കണക്ഷനുകളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പർപ്പസ്. ഇതിന് ഇവർക്ക് പേപ്പർ വർക്ക് ചെയ്യാനല്ലേ? അത് ചെയ്താലേ ഇത് നമ്മൾ പോസിബിൾ ആകത്തുള്ളൂ. മീറ്റർ വെച്ചാലേ ഇനി നമ്മൾ പിന്നെ KCB കൊടുക്കത്തുള്ളൂ. ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് നേരെ ബാക്കി സംഭവം താഴെ പോയി കാണിച്ചു തരാം കേട്ടോ. ഗൈസ് നോക്കൂ, അതായത് ഇതാണ് നമ്മുടെ സോളാറിൻ്റെ മേളിലെ പാനൽ കഴിഞ്ഞിട്ട് വരുന്ന യൂണിറ്റുകളും ഇൻവേർട്ടറുകളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇതിനെക്കുറിച്ചും ചേട്ടന്മാർ വിശദീകരിച്ച സംഭവങ്ങൾ പറഞ്ഞു തരും. അതായത് ഫസ്റ്റ് ചേട്ടൻ സംസാരിക്കുകയാണ്. അതായത് അതിൻ്റെ ഇൻപുട്ടുകൾ മൊത്തം വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഔട്ട്പുട്ട് മാറിപ്പോയതാണ്, വിദ്യാഭ്യാസത്തിന് കുറവ്. അതായത് മേളിൽ നിന്ന് വരുന്ന കറണ്ട് നമ്മൾ KCBക്ക് കൊടുക്കുന്ന ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. കറണ്ട് ഫസ്റ്റ് നമ്മൾ ഈ DCDB എന്ന് പറയുന്ന ഈ ബോക്സിലേക്ക് വരും. ഇതിൽ നിന്നാണ് നമ്മൾ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് പോകുന്നത്. ഇൻവെർട്ടർ എന്ന് പറയും. ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം DC AC ആക്കിയിട്ട് ACDBയിലേക്ക് വരും. DB ബോക്സ്. ഇതിൽ നിന്നാണ് നമ്മളെ മീറ്ററിലേക്ക് പോയിട്ട് നേരെ KCBയുടെ മീറ്ററിലേക്ക് വരും. KCBയുടെ മീറ്റർ വഴി നമ്മൾ ഒരു കണക്ഷൻ കൊടുത്തത്. ഇത് നമ്മളെ കണക്ഷനാണ്. ഈ മീറ്ററിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷനാണത്. നമ്മുടെ മീറ്ററിൽ നിന്ന് തന്നെ പോകുന്നല്ലേ? അതെ. ഇതിന് മാറ്റി അല്ല, ഇതിപ്പോൾ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള സംവിധാനം ഇല്ലാത്ത ഇത് നമ്മളിപ്പോൾ അല്ല ചേട്ടാ, നമ്മളിപ്പം ഇത് ഓണാക്കി ഇടുവാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് ഡബിൾ ആവൂലേ? അല്ലേ? അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ നമ്മൾ യൂസേജ് ആയി കാണിക്കും. ഇതിൽ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കും, ഇങ്ങോട്ട് കയറ്റി വിടണ്ട. ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചോ. കൈസ് നോക്കുക. അതായത് ഇപ്പോൾ ഇത് എങ്ങനെയാണ് വർക്കാകുന്നത് ഇപ്പോൾ ഓണാക്കി കാണിക്കും. ഇതുണ്ടോ സംഭവം? ഇതുണ്ടോ? ആ 2 പൊക്കി ഇവിടെ ഓണാക്കി. ഇതിലേക്ക് നോക്കിട്ടോ. ഇതിപ്പം കണ്ട
ഇവിടെ ഡിജിറ്റൽ സംവിധാനങ്ങൾ വന്നുകൊണ്ട് പക്ഷേ വേറെ പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നില്ല. ഈ കറണ്ട് ഭയങ്കര ഡേഞ്ചർ കറണ്ടാ. DC കറണ്ട് എന്ന് വെച്ചാൽ യാതൊരു ഒന്നും ഇല്ലാത്ത AC എന്ന് വെച്ചിട്ട് 240 വാൾട്ട് അങ്ങനെ ഒരു കണക്കുണ്ട്. അതെ, ഒരു കണക്കില്ലാത്ത സാധനം അടി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നു പോകും. ഇത് ഓട്ടോമേഷൻ ആണ്. ഇത് ഓട്ടോമേഷൻ്റെ സംഭവങ്ങളും കാര്യങ്ങളാണ്. നമുക്ക് ഫോൺ വഴി വൈഫൈ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ഈ സാധനം. അത് നമ്മുടെ അതിൻ്റെ ഉപയോഗം തന്നെ കേട്ടാ, നമ്മൾ എത്ര പ്രൊഡക്ഷൻ ഉണ്ട്, ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓ ഐ സി. ഗൈസ് നോക്കൂ, ഇനി ഒരു ഇലക്ട്രിക്കൽ കാർ മേടിക്കുവാണെങ്കിൽ വലിയ നഷ്ടമില്ല. കാരണം അതിൻ്റെ അടവ് എന്ന് പറയുന്ന സാധനം അല്ലെ എണ്ണ അടിക്കുന്ന പൈസയാണ് അടവായിട്ട് കണ്ട് ഇവിടെ ചാർജ് കുത്തിയാൽ നമുക്ക് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ഇലക്ട്രിക് കാർ ഇനി ഇപ്പം ഇല്ല, പോയിട്ട് വന്നിട്ട് അതാണ് യാഥാർത്ഥ്യം. ഗൈസ് നോക്കൂ, അതായത് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ സോളാർ പാനൽ വെക്കാൻ ആഗ്രഹപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. ഇവർ സോളാർ പാനൽ, പിന്നെ അതേപോലെ തന്നെ ഹോം തിയേറ്റർ, പിന്നെ അതുപോലെ ഓട്ടോമേഷൻ, വീട് മൊത്തം ഓട്ടോമേഷൻ, ഇങ്ങനത്തെ എല്ലാ പരിപാടിയും ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്. അത് നേട്ടാ പേപ്പർ വർക്ക് കഴിഞ്ഞതിന് ശേഷം അല്ലേ, ഇത് എത്രയും പെട്ടെന്ന് പേപ്പർ വർക്ക് ചെയ്യണം. അതാണ് പിന്നെ അതേപോലെ നമുക്ക് ഹോം തിയേറ്ററിന്റെ കുറച്ച് ലൈനും കാര്യങ്ങളൊക്കെ ചടമായി റെഡി, അതൊക്കെ ശരിയാക്കി തന്നെ. സാധനമുണ്ട് എല്ലാം. യെസ്. അപ്പം ഞാൻ കാര്യം പറയാം. അതായത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പം 1 KB മുതൽ 2 KB, 3 KB, 4 KB, 5 KB, 10 KB, 20 KB വ്യവസായ അടിസ്ഥാനത്തിലാണെങ്കിലും ഇവർ നിങ്ങൾക്ക് ചെയ്തു തരും. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ല കൊട്ടേഷനും ഏറ്റവും സ്പീഡിലും വർക്ക് പറഞ്ഞു തന്നതും, കാരണം ഞങ്ങൾ പോകുന്നതിന് മുമ്പേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തിട്ട് പോകണം. പിന്നെ എന്തെങ്കിലും 2 ഗ്ലാസ് എല്ലാം പൊട്ടുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യം നല്ല നീറ്റ്. അത് ശരിയാട്ടോ, ഞങ്ങളുടെ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഉള്ള കാരണം എന്തെങ്കിലും ബിറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ മൊത്തം പൊട്ടിപ്പോകും. അതെ, ഈ കാണുന്ന ലിബി ഉദ്ദേശിച്ച പോലത്തെ ടഫ് ആൻഡ് ഗ്ലാസുകളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും വളരെ നീറ്റായിട്ട് ഇവർ പണി തീർത്തു തന്നു. ഇവർ തന്നെയാണ് പേപ്പർ ഭാഗങ്ങളെല്ലാം ചെയ്തു തരുന്നത്. നമ്മളൊന്നും അറിയണ്ട. KSEB പൈസ അടയ്ക്കുന്നതും പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ചെയ്യുന്ന പേപ്പർ ഭാഗങ്ങളൊക്കെ റെഡിയാക്കുന്നത് ഇവർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വലിയ തലവേദനയും കാര്യങ്ങളൊന്നും അതിൻ്റെ പേരിൽ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആരെങ്കിലും സോളാർ വെക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളുടെ വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. റേറ്റ് കുറഞ്ഞാട്ടോ, ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ്. അത് റേറ്റ് കുറവ് നിങ്ങൾക്ക് കിട്ടുമ്പം അതിൻ്റെ അകത്ത് നിങ്ങൾ എപ്പോഴും അതിൻ്റെ ഇൻവേർട്ടറുകൾ, അതിൻ്റെ പോകുന്ന പൈപ്പുകൾ, അതിൻ്റെ സോളാർ, അത് ഏതാണ് സാധനം, അതിൻ്റെ പാനൽ ഏതാണ്, അതിൻ്റെ സംഭവങ്ങളെല്ലാം നിങ്ങൾ നോക്കണം. പക്ഷേ ഇത് നമ്മളെല്ലാം നോക്കി എല്ലാവരും സാധനത്തിൽ നിന്നൊക്കെ നമ്മൾ ഇത് ചെയ്ത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ചോദിച്ച് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഓക്കെ ആയിട്ടാണ് ഈ സാധനം വെച്ചത്. മെയിനായിട്ടൊരു കാര്യം, എല്ലാ സാധനവും ഓൺ സൈറ്റ് റീപ്ലേസ്മെൻ്റ് ഉള്ള സാധനങ്ങളെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ സോളാർ വെക്കാൻ നേരത്ത് വെക്കാവുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടുപോകും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സോളാർ വെക്കാൻ താല്പര്യം ഇവരെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ കൊടുത്തേക്കാട്ടോ. വേറെ കാര്യമുണ്ട്, ഇവരത് നമ്മളൊരു EMI ആയിട്ട് ഇവർ ചെയ്തു കൊടുക്കുന്നു. അതായത് നിങ്ങൾക്ക് ഒരു മറ്റേ 5 KB വേണോ, 3 KB വേണോ, 2 KB വേണോ, ഒരു വീടിന്റെ കറണ്ടിന്റെ ഇത് വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ ഇവര് നമ്മളത് കറണ്ട് ബില്ല് അടയ്ക്കുന്ന പൈസ നമ്മൾ EMI അടച്ചാൽ മതി. നമുക്കൊരു 3 കൊല്ലം കൊണ്ട് നമുക്ക് ഇതിന്റെ അടവ് നമുക്ക് തീർക്കാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വരുന്നത് 7 കൊല്ലം വരുന്ന പാനലിൻ്റെ വാറണ്ടിയാണ് ഞാൻ പറഞ്ഞത്. 7 കൊല്ലം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കറണ്ട് ഉപയോഗിക്കാം. വെറുതെ എന്തിനാണ് പൈസ കളയുന്നത്? അത് കാരണം നിങ്ങൾ പൈസ ഇല്ല തന്നെ EMI ഇട്ടിട്ട് ഇത് ചെയ്താലും നല്ലതായിരിക്കും. EMI നിങ്ങൾ ഓൾ കേരള അല്ലേ? ഓൾ കേരള EMI അവൈലബിൾ ആണ്. ഗൈസ്, ഞാനൊരു കാര്യം പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സോളാർ പാനൽ ഫ്രീ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം ഞങ്ങളിപ്പം ഇൻവെസ്റ്റ് ചെയ്ത പൈസ അത് ഞങ്ങൾക്ക് വേണ്ട ഒരു 8 മാസം അല്ലെങ്കിൽ ഒരു 10 മാസം കൊണ്ട് ഞങ്ങളുടെ കറണ്ട് ബില്ല് അടയ്ക്കാതിരുന്നാൽ തന്നെ ഇതിൻ്റെ പൈസ ഞങ്ങൾ ഊരി പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാം ഫ്രീ ആണ്. സത്യം പറഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് ഈ പാലിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ കാൽക്കുലേഷൻ വെച്ച് നോക്കാൻ നേരത്ത് അപ്പം നമ്മൾ ആ കറണ്ട് ബില്ല് അടയ്ക്കുന്ന പൈസ അടയ്ക്കണ്ട. അതായത് ഒരു 10 മാസത്തെ 20 മാസത്തിന്റെ പൈസ നമ്മൾ ഒറ്റ അടിക്ക് KSEB അടച്ചെന്ന് കൂട്ടിക്കും. അതെ, അങ്ങനെ ആകുമ്പോൾ വരാൻ നേരത്ത് നമുക്കിത് ഫ്രീ ആണ്. അതെ ഗൈസ്, അതാണ് യാഥാർത്ഥ്യം. സത്യം പറഞ്ഞാൽ നമ്മളും ഫാനിൽ ഫ്രീ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് നിങ്ങളും അങ്ങനെ ചിന്തിക്കുക. അതായത് നിങ്ങൾ കറണ്ട് ബില്ല് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ വിളിക്കുക, എന്നിട്ട് EMI ഇടുക. ആ കറണ്ട് ബില്ല് അടയ്ക്കുന്ന പൈസ EMIക്ക് കൊടുത്തെന്ന് വിചാരിക്കുക. 1 വർഷം കൊണ്ടോ 1.5 വർഷം കൊണ്ടോ അത് നിങ്ങൾ ഇടുന്ന പോലെ നിങ്ങൾക്ക് ആ പാനൽ ഫ്രീ ആവും. പിന്നെ നിങ്ങൾക്ക് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിൽ EV ഓടിക്കാം. നിങ്ങൾക്ക് വീട്ടിൽ പിന്നെ ഏറ്റവും കൂടുതൽ വീട്ടിലത്തെ ചേച്ചിമാരാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. അവർക്ക് വാഷിംഗ് മെഷീൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം, എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാം, പിന്നെ ഏറ്റവും കൂടുതൽ അയൺ ചെയ്യാം. അങ്ങനെ എല്ലാ സാധനവും പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. യെസ് ഗൈസ്, നോക്കൂ. അപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. അതാണ് कोई तो है खुदा जिसकी दुआ से हो तुम मेरे दिल में सदा. कोई तो है खुदा जिसकी रज़ा से हो तुम मेरे जीने की वजह.